ഭക്ഷണം വിഴുങ്ങുമ്പോഴുണ്ടാക്കുന്ന പ്രയാസത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, നമ്മൾ തിരിച്ചു വരുമ്പോൾ ഈ തരിപ്പിൽ പോവുക എന്നൊക്കെ നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ടല്ലോ. യഥാർത്ഥത്തിൽ എന്താണ് ഡോക്ടർ ഇങ്ങനെ സംഭവിക്കുന്നത്, നമ്മുടെ തൊണ്ടയിൽ ഉണ്ടാകുന്ന മാറ്റം? ഈ തരിപ്പിൽ പോവുക എന്ന് പറയുമ്പോൾ ആൾക്കാർ മനസ്സിലാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറുകയിൽ പോകുക എന്നൊക്കെ പറയും. അപ്പം കഴിക്കുന്ന സമയത്ത് ഇത് തലയിൽ എവിടെയോ കയറി പോകുന്ന എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. എന്നാൽ നമ്മുടെ തൊണ്ടയിൽ നിന്നാണ് ശ്വാസനാളവും അന്നനാളവും വേർപിരിയുന്നത്. ഈ ശ്വാസനാളത്തിൻ്റെ മേളിലായിട്ട് ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ഉണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ പ്രൊട്ടക്റ്റീവ് മെക്കാനിസം വർക്ക് ചെയ്യുകയും ഈ അന്നനാളം ഓപ്പൺ ചെയ്യുകയും ചെയ്തിട്ടാണ് ഭക്ഷണം ഇറങ്ങിപ്പോകുന്നത്. ഇതിലെന്തെങ്കിലും ഈ ഒരു കോർഡിനേറ്റഡ് മൂവ്മെൻറ്റിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴാണ് തരിപ്പിൽ പോകുന്നത്. അപ്പോൾ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ തരിപ്പിൽ പോവുക എന്ന് പറയുന്നത് നമ്മളെ ഭക്ഷണ പദാർത്ഥം അല്ലെങ്കിൽ വെള്ളം അല്ലെങ്കിൽ നമ്മുടെ ഉമിനീര് അത് ലങ്സിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ തരിപ്പിൽ പോവുക എന്ന് പറയുന്നത്. ഡോക്ടർ, ഇപ്പം നമ്മൾ ഈ തരിപ്പിൽ പോകുന്ന സമയത്ത് പലപ്പോഴും ചെയ്യാറുള്ള ഈ തലയിൽ തട്ടുക അങ്ങനെയൊക്കെ, അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ സയൻറ്റിഫിക്കലി നോക്കുമ്പോൾ? തലയിൽ തട്ടുക എന്ന് പറയുമ്പോൾ സയൻറ്റിഫിക്കലി അങ്ങനെ ഒരു ഇതില്ല. അത് നമ്മൾ സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ തലയിൽ കയറി പോകുന്നുണ്ടോ എന്ന് വിചാരിച്ചിട്ടാണ് തലയിൽ തട്ടുന്നത്. അപ്പോൾ നമുക്ക് ഒരു ചോക്കിംഗ് എപ്പിസോഡൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് എയ്ഡായിട്ട് ഹെംലിച്ച് മാനോവർ പോലുള്ള മാനോവേഴ്സ് ചെയ്തിട്ട് ആളെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. അല്ലാതെ തലയിൽ തട്ടുക എന്ന് പറയുന്നത് അതിന് സയൻറ്റിഫിക് ഇങ്ങനെ പെട്ടെന്ന് സംഭവിച്ചത് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് എയ്ഡ് എന്തെങ്കിലും ഉണ്ടോ? സാധാരണയായിട്ട് നമ്മളിപ്പം ഒരു പബ്ലിക് സ്പേസിൽ അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ഇപ്പം നേരത്തെ പറഞ്ഞ പേഷ്യൻ്റ് പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് കഴിക്കുന്ന സമയത്ത് ഒരു ചോക്കിംഗ് എപ്പിസോഡ് സംഭവിക്കുകയാണെങ്കിൽ ഹെംലിച്ച് മാനോവർ ചെയ്തിട്ട് ആളെ എയർവേയിൽ നിന്നും എന്തെങ്കിലും കുടുങ്ങി നിൽക്കുന്നുണ്ട് അത് പുറത്തെടുക്കാൻ പറ്റും. അങ്ങനെ ഉദ്ദേശിക്കുന്നത് ഹെംലിച്ച് മാനോവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വ്യക്തിയുടെ ബാക്കിൽ നിൽക്കുകയും ആ വ്യക്തിയെ നിർത്തിക്കൊണ്ട് നമ്മൾ നമ്മുടെ ഫിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു മീഡിയം സ്റ്റേണത്തിൻ്റെ അവിടെ വെച്ച് കൈ വെച്ചുകൊണ്ട് നല്ല ബലത്തിൽ പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു 5 ടൈംസ് പ്രസ് ചെയ്തുകൊണ്ട് ആളെ ശ്വസിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കുടുങ്ങിയിട്ട് ഇപ്പം കുട്ടികളിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പുറത്തെടുക്കാൻ കൂടെ വേണ്ടിയിട്ടാണ്. അപ്പം അവർക്ക് തിരിച്ച് ശ്വസിക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ അതവിടെ കുടുങ്ങി നിന്നിട്ട് ശ്വാസം മുട്ടിയിട്ട് മരണം വരെ സംഭവിക്കാനുള്ള കാരണമാകും. ഡോക്ടർ, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പല അസുഖങ്ങളുടെയും ലക്ഷണങ്ങളായിട്ട് വരെ ഡിഫൈജിയ എന്ന് പറയുന്ന സാധനം ഉണ്ടാവാറുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ന്യൂറോ സംബന്ധമായ അസുഖങ്ങൾ തൈറോയിഡൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഈ ഡിസ്ഫൈജിയ ആണോ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്, അതോ അസുഖത്തെ ട്രീറ്റ് ചെയ്യുമ്പോൾ നോർമലി ഈ ഒരു അവസ്ഥ ഇല്ലാതാവുകയാണോ ചെയ്യുക? നമ്മളെപ്പോഴും ട്രീറ്റ് ചെയ്യേണ്ടത് പ്രൈമറി എന്താണോ അതിനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. ഇതൊരു സിംറ്റം ആയിട്ടാണ് നമുക്ക് വരുന്നത്. അപ്പോൾ സിംറ്റം ട്രീറ്റ് ചെയ്യേണ്ടത് പ്രൈമറി ഇൽനെസ് മാറുന്ന സമയത്താണ്, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മളത് ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് അതിൻ്റെ കൂടെ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് പോവുക എന്നുള്ളതാണ്. അല്ലാതെ അതിൻ്റെ കൂടെ തന്നെ എടുക്കുക, അല്ലാതെ സെപ്പറേറ്റ് ഇപ്പം ഇത് മാത്രമായിട്ടൊരു അസുഖമായിട്ട് വരുന്ന സാഹചര്യമാണെങ്കിലോ അത് ലക്ഷണമാണോ അതോ വളരെ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നത് സാധാരണയായിട്ട് ഏതെങ്കിലും അസുഖത്തിനെ അസോസിയേറ്റ് ചെയ്തിട്ടാണ് സാധാരണ കണ്ടുവരാറുള്ളത്.